കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു കുറിപ്പാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സുനഹദോസ് വിരുദ്ധ നിലപാടെടുക്കുന്നവർക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന സംശയം പൊതുബോധത്തിൽ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് സഭയുടെ സുനഹദോസ് സെക്രട്ടറി എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ജോസഫ് പാംബ്ലാനി പിതാവ് പ്രവർത്തിക്കുന്നത് എന്നാണ് കുറിപ്പിൽ കണ്ടത്. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമപ്രകാരം സുനഹദോസ് സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെയും കടമകളുടെയും പുറത്താണ് അദ്ദേഹം ഇത്തരം അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെത്രാൻമാരുടെ സിനഡിനെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാറ്റസ് ആർട്ടിക്കിൾ 19 സിനഡ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതും ചുമതലകളും സംബന്ധിച്ച് വ്യക്തമാക്കുന്നുണ്ട്. സിനഡിന്റെ നടത്തിപ്പിൽ സെക്രട്ടറി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി പറയുന്നുമുണ്ട്. ആർട്ടിക്കിളിലെ 5-ാം നമ്പറിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം സുനഹദോസ് സെക്രട്ടറിയെ ഏൽപ്പിക്കുവാനുള്ള അവകാശം സഭയുടെ മെത്രാൻമാരുടെ സമ്പൂർണ്ണ സുനഹദോസിന് മാത്രമാണ്. പ്രത്യേക ഉത്തരവാദിത്തം ഏൽപ്പിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിനോ സ്ഥിരം സിനഡിനോ പോലും അധികാരം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കത്തോലിക്ക സഭയുടെ പൗരസ്ത്യ കാനോന പ്രകാരമാണ് സീറോ മലബാർ സഭയുടെ ഇത് സംബന്ധിച്ച പ്രത്യേക നിയമങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. മാർപ്പാപ്പയുടെ കീഴിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണനിർവഹണം നടത്തുന്ന രൂപതയിൽ സുനഹദോസ് സെക്രട്ടറിക്ക് ഇടപെടാൻ അവകാശമുണ്ടോ? പൗരസ്ത്യ സഭകളുടെ കാനോന 234 പ്രകാരമാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരിക്കുന്നത്. മാർപ്പാപ്പ പ്രത്യേക സാഹചര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് അഡ്മിനിസ്ട്രേറ്റർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് നിയമനങ്ങൾ നടത്തുകയെന്നത് കാനോനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. സീറോ മലബാർ സഭയുടെ സുനഹദോസ് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതുമായ സഭയുടെ ഏകീകൃത കുർബാനയർപ്പണം നടപ്പിലാക്കുന്നതിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തൻ വികാരിയായിരുന്ന മാർ ആന്റണി കരിയിൽ സഭയുടെ പൊതു തീരുമാനം ലംഘിച്ചതിനെ തുടർന്നാണ് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് പോയത്. അതിനെ തുടർന്നുണ്ടായ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്ററും നിയമിക്കപ്പെട്ടിട്ടുള്ളത്. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ആരാധനാക്രമ ഏകീകരണം നടപ്പാക്കുകയും അനുസരിക്കാതിരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രത്യേകമായി ഉണ്ടായിട്ടുള്ള ചുമതല എന്നാണ് അദ്ദേഹത്തിന്റെ നിയമനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമാണ് മാർപ്പാപ്പ പേപ്പൽ ഡെലിഗേറ്റായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവിനെ നിയമിച്ചിട്ടുള്ളത്. പാപ്പായുടെ നിർദ്ദേശപ്രകാരം റോമിൽ വെച്ച് ഉന്നതാധികാര സമിതി കൂടുകയും അതിനെ തുടർന്ന് ജൂൺ 9 സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ തട്ടിൽ പിതാവും മാർപ്പാപ്പ നിയമിച്ചിട്ടുള്ള അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ പിതാവും ചേർന്നാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. ഈ സർക്കുലർ വളരെ വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ വിശദമാക്കിയിട്ടുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഒരിടത്തും സുനഹദോസ് സെക്രട്ടറിക്ക് ഇത്തരം ഒരു നിയമനം പ്രത്യേക അധികാരങ്ങളോടെ കൽപ്പിച്ചു കൊടുത്തതായ നിയമന രേഖകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമത്തിലും പൗരസ്ത്യ കാനൂനുകളുടെ നിർവചനത്തിലും സുനഹദോസ് സെക്രട്ടറിക്ക് സുനഹദോസ് തീരുമാനിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നപരിഹാരത്തിനായി അദ്ദേഹത്തെ നയാത്മികമായി നിയമിച്ച ഒരു രേഖകളും നമുക്കിപ്പോൾ ലഭ്യമല്ല. സഭയുടെ പൊതു തീരുമാനങ്ങളിൽ ധാരണയുണ്ടാകുവാൻ സുനഹദോസ് സെക്രട്ടറിക്ക് അവകാശമുണ്ടോ? അവകാശമില്ല എന്ന് തന്നെയാണ് പൗരസ്ത്യ സഭകളുടെ കാനോന 1165 ആർട്ടിക്കിൾ 1-2 വ്യക്തമാക്കുന്നത്. സഭ പൊതു തീരുമാനത്തിനായി എടുത്തിട്ടുള്ളതും സഭയുടെ നന്മയ്ക്ക് ഉതകുന്നതുമായ തീരുമാനങ്ങൾക്കെതിരായി സമവായങ്ങൾ ഉണ്ടാക്കുവാൻ അവകാശമില്ലാത്തതും നിയമപരമായി ചുമതലപ്പെടുത്താത്തവരും ഉണ്ടാക്കുന്നതുമായ കരാറുകൾക്ക് സാധുതയില്ല എന്നും കാനോന വ്യക്തമാക്കുന്നു. സീറോ മലബാർ സഭയുടെ സുനഹദോസ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി അംഗീകരിക്കാത്ത എറണാകുളം സുനഹദോസ് വിരുദ്ധർക്ക് വേണ്ടി സഭാവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ സഭാ നിയമപ്രകാരവും അധികാര ദുർവിനിയോഗവും അവർക്ക് വേണ്ടി നടത്തുന്നു എന്നതാണ് ഇപ്പോൾ നടത്തുന്ന ചില അന്തഃപുര നീക്കങ്ങളിലൂടെ വ്യക്തമാവുന്നത്. എറണാകുളം സുനഹദോസ് വിരുദ്ധരുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകൾ സഭാ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ്. ഇത്തരം സഭാ നിയമവിരുദ്ധ പ്രകാരമുള്ള കരാറുകൾ ഉണ്ടാക്കുവാനുള്ള നിയമപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ സുനഹദോസ് സിനഡ് സെക്രട്ടറിയെ സഭയുടെ സിനഡ് ചുമതലപ്പെടുത്തിയതായി നമ്മുടെ മുമ്പിൽ രേഖകളുമില്ല. മാത്രമല്ല, മാർപ്പാപ്പയുടെ അധികാരത്തിൽ കീഴിലിരിക്കുന്ന ഒരു രൂപതയിൽ അത്തരം ഒരു നിയമനം നടത്തുവാൻ സീറോ മലബാർ സഭയുടെ സുനഹദോസ് മുതിരുകയില്ലെന്നുമാണ് ന്യായമായ ഒരു തോന്നൽ. അതിനാൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണകാര്യങ്ങളിൽ പോലും ഇടപെടുന്ന സുനഹദോസ് സെക്രട്ടറിയുടെ നിലപാട് എന്നത് ഇല്ലാത്ത അധികാരം അല്ലാതെ ഉപയോഗിക്കുന്നു എന്ന തോന്നലാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ്.